ഇപ്പം നമ്മൾ കാണുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു വിവാദപരമായിട്ടുള്ള പ്രസ്താവനയാണ്. ആ നേതാവിൻ്റെ പേരാണ് ജയരാജൻ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ വലിയൊരു നേതാവാണ്. അദ്ദേഹം പറയുന്നത് ദൈവമെന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് CPM ആണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ നിലപാടിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് പറയുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശുദ്ധ മടയത്തരമാണ്. കേരളത്തിലുള്ള ഒരു സമുദായവാദികൾക്കും ദൈവവിശ്വാസികൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. കമ്മ്യൂണിസം സ്വർഗത്തു നിന്ന് ദൈവത്തെയും ലോകത്തു നിന്ന് മുതലാത്ത സമ്പദ്ഘടന തുടച്ചു നീക്കാൻ കച്ചകെട്ടി ഇറങ്ങി തിരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദ പ്രത്യയശാസ്ത്രമാണ്. കമ്മ്യൂണിസ്റ്റിൽ ദൈവമില്ല, മരണാന്തര ജീവിതത്തിനെക്കുറിച്ച് ഒരു നിലപാടില്ല, സ്വർഗമില്ല, നരകമില്ല, അങ്ങനെ മതഗ്രന്ഥങ്ങളില്ല. മതഗ്രന്ഥത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും അവർ അംഗീകരിക്കുന്നില്ല. മതം പറയുന്നത് അനുശാസിക്കുന്ന ഒരു കാര്യവും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു തത്വമാണ് കമ്മ്യൂണിസം. ലോകത്തിലെവിടെയൊക്കെയാണോ കമ്മ്യൂണിസം പ്രബലപ്പെട്ടത് അവിടെല്ലാം നിരീശ്വരവാദമായിരുന്നു ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഭൗതികവാദമാണ് ഉയർത്തി പിടിച്ചുകൊണ്ടിരുന്നത്. കമ്മ്യൂണിസത്തിലെ ഏറ്റവും വലിയ ശക്തി സ്റ്റേറ്റാണ്. സ്റ്റേറ്റിനപ്പുറത്ത് പിന്നെ ഒരു ശക്തിയില്ല, ഒരു സൂപ്പർ നാച്ചുറൽ ശക്തി ഇല്ല എന്ന് ഉറച്ച് മനസ്സിലാക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർക്കങ്ങനെ ആധ്യാത്മികതയൊന്നുമില്ല. അങ്ങനെ ആധ്യാത്മിക പശ്ചാത്തലത്തിൽ അവരൊന്നും തീരുമാനമെടുക്കാറില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന പലവരെയും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവരധികം പേരും കപടഭക്തിക്കാരാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരളത്തിലെ ചീഫ് മിനിസ്റ്ററിൻ്റെ കുടുംബാംഗങ്ങൾ ഏതൊരു ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതായിട്ട് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. ഇതുപോലെ പല നേതാക്കന്മാരുടെയും വീട്ടുകാരും മക്കളും, പല നേതാക്കന്മാരുൾപ്പെടെ രഹസ്യമായിട്ട് അവർ ആരാധനാലയങ്ങളിൽ പോകാറുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ദൈവമില്ല എന്ന് പറയുന്നവൻ ആരാധനാലയത്തിൽ എന്തുകൊണ്ട് പോകുന്നു? തീഷ്ണമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ എന്തിനു പോകുന്നു? അപ്പോൾ അതിനർത്ഥം അവർക്ക് പേടിയുണ്ട് എന്നുള്ളതല്ലേ. അപ്പോൾ ഈ നിരീശ്വരവാദം എന്നൊക്കെ പറയുന്നത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. കാരണം ദൈവത്തെ തെളിയിച്ചിട്ടുണ്ട്. ദൈവത്തെ ആർക്കും കാണാൻ കഴിയുന്നില്ലെങ്കിലും പല സംഭവങ്ങൾ, പല പശ്ചാത്തലങ്ങളിലൂടെയൊക്കെ ഒരുപാട് പേർക്ക് ദൈവത്തെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൽ ഇത്രമാത്രം മതങ്ങൾ നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ പിന്നെ മതങ്ങൾ ഒരിക്കലും ഇത്രമാത്രം നിലകൊള്ളില്ലല്ലോ. പക്ഷേ നിരീശ്വരവാദം ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു ഊഹം മാത്രമാണ്. അങ്ങനൊരു കാര്യം ഇല്ല എന്നുള്ളത്, ദൈവമെന്നൊരു വസ്തുത ഇല്ല എന്നുള്ളത് ഒരു ഊഹം മാത്രമാണ്. അതിന് വ്യക്തമായ തെളിവൊന്നുമില്ല. അതാണ് ദൈവവിശ്വാസവും നിരീശ്വരവാദവും തമ്മിലുള്ള വ്യത്യാസം.